ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ ഈസിയും അതുപോലെ തന്നെ വളരെ രുചികരമായ ഒരു ഏത്തയ്ക്ക തൊണ്ടു വച്ചുള്ള തോരനാണ്. നമ്മളിൽ പലരും ഇതുകൊണ്ടുള്ള ഉപയോഗം അറിയാത്തത് കൊണ്ട് കളയാറ് ആണ് പതിവ്. എന്നാൽ ഏത്തയ്ക്ക തൊണ്ടു വച്ച് വളരെ ടേസ്റ്റിയായ ഒരു തോരൻ ഇന്ന് ഉണ്ടാക്കി നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ ലൈക്കും കമന്റും ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇന്ന് വാഴയ്ക്കത്തൊണ്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് 3 ഏത്തക്കയുടെ തൊണ്ട് ഉപ്പുവെള്ളത്തിലിട്ട് കറകളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം അരമുറി തേങ്ങ ചിരണ്ടിയത്, 1 ഉള്ളി, 1 പച്ചമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാറിൽ എടുത്തു വച്ചിരുന്ന തേങ്ങയും പച്ചമുളകും ജീരകവും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക്, ചെറുതായി അരിഞ്ഞെടുത്ത 1 ഉള്ളി, അതോടൊപ്പം അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്കത്തൊണ്ട് ഇട്ട് കൊടുക്കാം. വാഴയ്ക്കത്തൊണ്ടിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം ചതച്ചു വച്ചിരിക്കുന്ന തേങ്ങയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അടപ്പ് അടച്ചു വച്ച് 1 മിനിറ്റ് ഒരു മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. ഇനി അടപ്പ് തുറന്ന് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തതിനു ശേഷം 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയി. ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ വെള്ളമെല്ലാം വറ്റി വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി തോരന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഇളക്കിയെടുത്തു. നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. ഇത് വളരെ ഹെൽത്തിയായ ഒരു തോരനാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ ലൈക്കും കമന്റും ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും നല്ല കമന്റും കൂടുതൽ നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനമാണ് നൽകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.